path independence. Let F be a vector field defined on an open region D. F is a vector field defined in an open region D. D is an open region. It's the domain of F. Open region means suppose this region. ഈ റീജിയൻ ഓപ്പൺ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സ് അതിലുണ്ടായിരിക്കരുത്. അതായത് ഈ റീജിയനിലെ ഏതൊരു പോയിൻ്റ് എടുത്താലും റീജിയനകത്ത് ഏതൊരു പോയിൻ്റ് എടുത്താലും അത് സെൻറ്ററായിട്ടൊരു ഓപ്പൺ ബോൾ. ഇവിടെ 2 ഡയമെൻഷൻ ആണെങ്കിൽ നമുക്കൊരു സർക്കിൾ, ഇത് സെൻറ്ററായിട്ടൊരു സർക്കിൾ ആ റീജിയൻ്റെ ഇൻസൈഡിൽ തന്നെ കാണാം. സോ ഈ പോയിൻ്റ് എടുത്താൽ ഈ സെൻറ്ററായിട്ടൊരു ഓപ്പൺ സർക്കിൾ നമുക്ക് വരയ്ക്കാം. ഈ പോയിൻ്റ് എടുത്താൽ ഈ ഒരു ഡിസ്റ്റൻസിൻ്റെ ഹാഫ് ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് നമുക്ക് സർക്കിൾ വരയ്ക്കാം. ഇതിനകത്ത് വരും. ഈ റീജിയൻ്റെ ഇൻസൈഡിൽ ഏത് പോയിൻ്റ് എടുത്താലും അത് സെൻറ്ററായിട്ട് ഒരു ഓപ്പൺ, നമുക്കിവിടെ ഓപ്പൺ ബോളിന് വരെ ഒരു സർക്കിൾ നമുക്ക് റീജിയൻ്റെ ഇൻസൈഡ് വരയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ബൗണ്ടറിയിൽ ഒരു പോയിൻ്റ് ആണെങ്കിൽ അത് സെൻറ്ററായിട്ട് നമ്മളൊരു ഓപ്പൺ സർക്കിൾ, ഒരു സർക്കിൾ കൺസിഡർ ചെയ്താൽ നമുക്ക് ആ സർക്കിൾ എന്തായാലും കുറച്ച് പോയിൻറ്റ്സ് ഔട്ട്സൈഡിലായിരിക്കും. സോ ബൗണ്ടറി പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. റീജിയൻ ഓപ്പൺ എന്ന് പറയണമെങ്കിൽ അതിനകത്ത് ബൗണ്ടറി പോയിൻറ്റ്സ് ഉണ്ടാവില്ല, ഇൻസൈഡിലുള്ള പോയിൻറ്റ്സ്. 3 ഡയമെൻഷനാണെങ്കിൽ ആ റീജിയനിലെ ഓരോ പോയിൻ്റ് എടുത്താലും അത് സെൻറ്ററായിട്ട് ഒരു ഓപ്പൺ ബോൾ ആ റീജിയൻ്റെ ഇൻസൈഡിൽ വേണം. അപ്പോൾ അവിടെയും ഇപ്പോൾ ഒരു സ്പിയർ, ഒരു ബോൾ തന്നെ കൺസിഡർ ചെയ്താൽ ആ ബോളിൻ്റെ സർഫസിലെ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക, അതായത് ഇൻസൈഡിലെ പോയിൻറ്റ്സ് എല്ലാം. അങ്ങനെയാണെങ്കിൽ റീജിയൻ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, സോ F is a vector field defined in an open region D in space. സ്പേസ് ആണ്, ഇപ്പോൾ 2 ഡയമെൻഷനാണ് വരച്ചത്. സ്പേസ് ആകുമ്പോൾ ഓപ്പൺ സ്പിയർ കൺസിഡർ ചെയ്യണം. ആൻഡ് സപ്പോസ് ദാറ്റ് ഫോർ എനി 2 പോയിൻറ്റ്സ് A and B in D, സപ്പോസ് 2 ഡയമെൻഷനിൽ വരയ്ക്കുന്നു. സപ്പോസ് ദിസ് വൺ ഇസ് D. Then any 2 points A and B, 3 ഡയമെൻഷനിൽ മാച്ച് ചെയ്യുക. Any 2 points A and B in D, the line integral over C F dot dr along a path C from A to B in D is the same over all paths from A to B. അതായത് ഈ ഓപ്പൺ റീജിയനിലെ ഏത് 2 പോയിൻ്റ് എയും ബി എടുത്താലും അതിനെ കണക്ട് ചെയ്ത് ഏത് പാത്തിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും, സോ ഈ പാത്തിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും ഈ പാത്തിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും അതെല്ലാം ഈ പാത്തിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും ഇൻ്റഗ്രലിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ ഇതിലൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പാത്ത് ഇത് C1 എയിൽ നിന്ന് ബിയിലേക്ക് C1 എന്ന പാത്തിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും C2 എന്ന പാത്തിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും C3 എന്ന പാത്തിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും C4 എന്ന പാത്തിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും നമുക്ക് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ സെയിം തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ദിസ് ഇൻ്റഗ്രൽ ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്. പാത്ത് ഇൻഡിപെൻഡൻറ്റ്. Path independent in D. This integral is path independent in D. And the field F is called conservative on D. In that case, this field is called conservative. Conservative. Field is conservative on D. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Now, if an integral is path independent in D, then instead of writing integral of C f dot dr, we have to write this one, integral a to b f dot dr, because this, for integrating a to b we have to integrate any path. So instead of writing integral over C, we have to write integral a to b f dot dr. Path independent ആണെങ്കിൽ നമുക്ക് ഈ ഒരു നൊട്ടേഷൻ യൂസ് ചെയ്യാം. Again, next, potential function for f. Potential function.
potential function. If F is a vector field, defined on a domain D, and F is equal to del F. Del F means dou F by dou xi plus dou F by dou yj plus dou F by dou zk. F is equal to del F for some scalar function f on D. F is defined on the region D, and this f is equal to del F for some scalar function small f on D. Then f is called a potential function for f. Then this small f is called a potential function for capital F. Okay. One more time. If f is a vector field defined on a domain D, and f is equal to del F for some scalar function f on D, then the small f is called a potential function for capital F. Okay. Now some assumptions. First, curve. Curves are piecewise smooth. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പോർഷൻസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ കർവ്സ് എല്ലാം പീസ്വൈസ് സ്മൂത്ത് ആയിരിക്കും. പീസ്വൈസ് സ്മൂത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കർവ്സ് കുറേ സ്മൂത്ത് കർവ്സ് n by n ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് പീസ്വൈസ് സ്മൂത്ത് കർവ്. സോ ദിസ് എ പീസ്വൈസ് സ്മൂത്ത് കർവ്. പിന്നെ ഓരോ കർവും സ്മൂത്താണ്. അങ്ങനെ 2, 3, 4, 5 സ്മൂത്ത് കർവ്സ് n by n ജോയിൻ ചെയ്ത് ഫോം ചെയ്താണ് ഈ കർവ്. സോ ദിസ് കർവ് ഇസ് എ പീസ്വൈസ് സ്മൂത്ത് കർവ്. അപ്പോൾ ഇനി നമ്മുടെ അസംഷനിൽ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പ്രോബ്ലത്തിലെല്ലാം ഒരു കർവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും പീസ്വൈസ് സ്മൂത്ത് കർവ് ആയിരിക്കും. പ്രത്യേകം എടുത്ത് പറയുന്നില്ല എങ്കിൽ. അഗെയിൻ ഡൊമൈൻ എപ്പോഴും ഓപ്പൺ റീജിയൻ ആയിരിക്കും ഇൻ സ്പേസ്. 2 ഡയമെൻഷൻ ആണെങ്കിൽ പ്ലെയിനിൽ ഓപ്പൺ റീജിയൻ അതായിരിക്കും എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ആ റീജിയൻ്റെ ഇൻസൈഡിൽ ഏത് പോയിന്റ് എടുത്താലും അത് സെൻറ്ററായിട്ടൊരു ഓപ്പൺ ബോൾ ആ റീജിയൻ ഇൻസൈഡിൽ കാണും, ആ റീജിയനിൽ തന്നെ കാണും. അതായത് ആ റീജിയൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതാണ് ഓപ്പൺ റീജിയൻ ഉദ്ദേശിക്കുന്നത്. അഗെയിൻ നമ്മുടെ ഡൊമൈൻ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആ ഡൊമൈനിൽ ഏത് 2 പോയിന്റ് എടുത്താലും അത് കണക്ട് ചെയ്ത് ഒരു സ്മൂത്ത് കർവ് നമുക്ക് വരയ്ക്കാൻ പറ്റും ആ റീജിയൻ്റെ ഇൻസൈഡിൽ തന്നെ. നോക്കുക, അപ്പോൾ എങ്ങനെ റീജിയൻ വരച്ചാൽ ഇത് ഇത് കണക്റ്റാണ്. കാരണം ഇതിനകത്ത് ഏത് 2 പോയിന്റ് എടുത്താലും അത് കണക്ട് ചെയ്ത് ഒരു സ്മൂത്ത് കർവ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി സപ്പോസ് നമ്മുടെ റീജിയൻ അങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇതും കണക്റ്റാണ്. ഇവിടെ ഒരു പോയിന്റ് എടുത്താലും നമുക്കത് കണക്ട് ചെയ്ത് ഒരു സ്മൂത്ത് കർവ് ആ റീജിയൻ്റെ ഇൻസൈഡിൽ തന്നെ വരയ്ക്കാം. ഇനി സപ്പോസ് നമ്മുടെ റീജിയൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അതായത് ഈ ഇൻസൈഡ് ഇതില്ല, ഈ പോർഷൻ വരുന്നില്ല, ബാക്കി ഇതെല്ലാം നമ്മുടെ റീജിയൻ. ഇതും കണക്റ്റാണ്. നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് ഇവിടെ 2 പോയിന്റ് വരച്ചാൽ അത് കണക്ട് ചെയ്തൊരു സ്മൂത്ത് കർവ് ആ റീജിയൻ്റെ ഇൻസൈഡിൽ കൊടുക്കാൻ വരയ്ക്കാം. ഇനി നമ്മുടെ റീജിയൻ സപ്പോസ് ഇങ്ങനെ 2 റീജിയൻ്റെ യൂണിയൻ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ റീജിയൻ ഇങ്ങനെ ഇത് കണക്റ്റ് അല്ല. കാരണം ഇവിടെ ഒരു പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ അത് കണക്ട് ചെയ്ത് ഒരു സ്മൂത്ത് കർവ് ആ റീജിയൻ്റെ ഇൻസൈഡിലൂടെ വരയ്ക്കാൻ പറ്റില്ല. സോ ദിസ് നോട്ട് കണക്ട്. കണക്റ്റഡ് എന്നുള്ള ഐഡിയ ഓക്കെ എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സിംപ്ലി കണക്റ്റഡ്. ഒരു റീജിയൻ സിംപ്ലി കണക്റ്റ് ആവണമെങ്കിൽ ആ റീജിയനിലുള്ള സപ്പോസ് ദിസ് റീജിയൻ ഇത് സിംപ്ലി കണക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ ഈ റീജിയനിലുള്ള ഏത് ലൂപ്പ് കൺസിഡർ ചെയ്താലും ഒരു ലൂപ്പ്, അതായത് ക്ലോസ്ഡ് സർക്കിളാണ്, ക്ലോസ്ഡ് പാത്താണ് ഉദ്ദേശിക്കുന്ന ലൂപ്പ്, ഏത് ലൂപ്പ് കൺസിഡർ ചെയ്താലും അതിനെ നമുക്കതിനെ ചുരുക്കി ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. ആ ചുരുക്കി കൊണ്ടുവരുന്ന എപ്പോഴും ആ റീജിയൻ്റെ ഇൻസൈഡിലൂടെ ആയിരിക്കും. സപ്പോസ് ഈ ലൂപ്പാണെങ്കിൽ നമുക്ക് അതിനിങ്ങനെ ചുരുക്കി ശരിക്കും ഒരു റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ചാന്ന് വിചാരിക്കുക. ഒട്ടും ഡയമെൻഷൻ ഇല്ലാത്തൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് വലിച്ചു പിടിച്ചാന്ന് വിചാരിക്കുക. അത് നമ്മൾ ചുരുക്കി ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ റീജിയൻ്റെ ഇൻസൈഡിൽ കൂടെ തന്നെ വേണം വരാൻ. അപ്പോൾ ഇതാണെങ്കിൽ ഓക്കെയാണ്. ഇവിടെ നമുക്ക് ഇതിനെ ചെറുതായി ചുരുക്കി ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാം. ആ റീജിയൻ്റെ ഇൻസൈഡിലൂടെ തന്നെയായിരിക്കും വരിക. ഇനി സപ്പോസ് നമ്മുടെ റീജിയൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അതായത് ഈ പോർഷൻസ് വരുന്നില്ല, ഇതും വരുന്നില്ല, ഇതും വരുന്നില്ല. ഇതാണ് നമ്മുടെ റീജിയൻ. ഇതാണ് നമ്മുടെ റീജിയൻ എങ്കിൽ
ഒരു ലൂപ്പ്, സപ്പോസ് ഇവിടെ ഒരു ലൂപ്പ് വരച്ചു. ഈ ലൂപ്പിനെ നമുക്ക് ചുരുക്കി ഒരു പോയിൻ്റാക്കി മാറ്റണമെങ്കിൽ, നമ്മുടെ ലൂപ്പ്, ഈ ലൂപ്പിനെ ചുരുക്കി ഒരു പോയിൻ്റാക്കി മാറ്റണമെങ്കിൽ നമുക്ക് നമ്മൾ ചുരുക്കി കൊണ്ടുവരുമ്പോൾ നമ്മുടെ റീജിയൻ്റെ ഔട്ട്സൈഡിലേക്ക് വരും. നമ്മുടെ റീജിയനിൽ പെട്ടതല്ല, റീജിയൻ്റെ ഔട്ട്സൈഡിലേക്ക് വരും. സോ ദിസ് നോട്ട് സിംപ്ലി കണക്റ്റഡ്. അപ്പോൾ സിംപ്ലി കണക്റ്റഡ് അല്ല എന്ന് വെച്ചാൽ അതിനർത്ഥം ആ റീജിയൻ്റെ ഇൻസൈഡിൽ ഒരു ഹോൾ ഉണ്ടെങ്കിൽ, ഹോൾ എന്ന് പറയാം, ഹോൾസ് ഉണ്ടെങ്കിൽ അത് സിംപ്ലി കണക്റ്റഡ് അല്ല. അപ്പോൾ നമുക്കിത് ഈ കൺസിഡർ ചെയ്താൽ ഇത് സിംപ്ലി കണക്റ്റഡ് അല്ല. ഈ റീജിയൻസ് ഒക്കെ സിംപ്ലി കണക്റ്റഡ് ആണ്, ഇത് സിംപ്ലി കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ കണക്റ്റഡ് റീജിയനും സിംപ്ലി കണക്റ്റഡ് റീജിയനും. ഈ റീജിയൻ കണക്റ്റഡ് ആണ്, കാരണം എവിടെ രണ്ട് പോയിൻ്റ് എടുത്താലും അത് കണക്ട് ചെയ്ത് ഒരു സ്മൂത്ത് കർവ് നമുക്ക് ആ റീജിയൻ ഇൻസൈഡ് വരില്ല. പക്ഷേ സിംപ്ലി കണക്റ്റഡ് അല്ല. ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലൈൻ ഇൻ്റഗ്രൽസ്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലൈൻ ഇൻ്റഗ്രൽസ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസിൻ്റെ അതിനോട് സിമിലർ ആയിട്ടുള്ള തിയറമാണ്. ലെറ്റ് C be a smooth curve joining the point A to the point B in the plane or in space and parameterized by R of t. C is a smooth curve joining the point A to the point B in the plane or in space, parameterized by R of t. R of t is the parameter equation of C. Let a small f be a differentiable function with a continuous gradient vector capital F, that is equal to del f. So capital F is equal to del f. So this one is continuous function on a domain D, containing the curve C. This domain containing the curve C. Then integral over C f dot dr, that is equal to f of b small f, f of b minus f of a. Integral over C f dot dr is equal to f of b minus f of a. So this integral calculate ചെയ്യാൻ ഈസിയാണ് ഈ കേസിൽ. f of b minus f of a കണ്ടാൽ മതി. The condition എന്താ? C is a smooth curve joining the point A to the point B in space or in plane, and R of t is the parameterization of C, and f is equal to del f. ഒരു ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കണം നമ്മുടെ വെക്റ്റർ ഫീൽഡ്. സ്കെയിലാർ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് ആയിരിക്കണം നമ്മുടെ വെക്റ്റർ ഫീൽഡ്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് സി എഫ് ഡോട്ട് ഡി എഫ് ആണ്. സ്മോൾ എഫ് അറ്റ് ബി മൈനസ് എഫ് അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്തായിരുന്നു? ഇഫ് എഫ് ഇസ് കണ്ടിന്യൂസ്, സ്മോൾ എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എവരി പോയിന്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, and capital F is any antiderivative of small f on closed interval AB, then integral a to b f of x dx is equal to f of b minus f of a. Integral a to b f of x dx equal to f of b minus f of b minus f of a. ഇതായിരുന്നു നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ്. അവിടെ ക്യാപിറ്റൽ എസ് ഈക്വൽ ടു ഡി എഫ് ബൈ ഡി എക്സ്. ഒരു വേരിയബിളേ ഉണ്ടായിരുന്നുള്ളൂ, സ്മോൾ എഫ്. അതുകൊണ്ടാണ് ഡി എഫ് ബൈ ഡി എക്സ്. ഇവിടെ രണ്ടോ മൂന്നോ വേരിയബിൾസ് കാണാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെറ്റ് എടുക്കണം. അവിടെ വൺ വേരിയബിൾ ആയതുകൊണ്ട് അത് ഡി എഫ് ബൈ ഡി എക്സ് സെറ്റ്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് തീരുന്നത്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന തീരുമാനത്. ഓക്കെ, one problem. Suppose the force field F is equal to del F is the gradient of the function f of xyz equal to -1 divided by x square plus y square plus z square. Find the work done by F in moving an object along a smooth curve C joining order triple 100 to order triple 002 that does not pass through the origin. So we want to find work done. The formula for work done is integral over C f dot dr equal to integral over C f dot dr. Integral over C work equal to integral over C f dot dr.
that is equal to, here f is equal to del f. F is the gradient of a scalar function. So in this case, we have to use the fundamental theorem of calculus. Here the curve is smooth curve joining the point A to B. So we have to use this fundamental theorem, and we get this one is equal to f of b minus f of a. This value is equal to f of b minus f of a. So that is equal to f of b is 0, 0, 2. A to b. This one is b. F of 0, 0, 2 minus f of 1, 0, 0. That is equal to, here f is equal to small f is this one. So 0, 0, 2. x0, y0, z2. So 1 by 0, 0, 2. 2 square. That is 4 minus 1 by 4. F of b is minus 1 by 4 minus f of 1, 0, 0. x1, y0, z0. So minus 1 divided by 1. That is minus 1. So value equal to minus 1 by 4 plus 1 is 4 minus 1, 3 by 2. So in case work very simple. F is equal to del f ആണെങ്കിൽ work calculate very simple. F of b minus f of a calculate. Okay.